യാതൊരു എത്തിക്സ് ഇല്ലാത്തവരും അതേപോലെ ഈ ഒരു സമൂഹത്തോട് അല്ലെങ്കിൽ കൂട്ടുകാരോട് യാതൊരു കമ്മിറ്റ്മെന്റ്സും ഇല്ലാത്തവരാണ് ഈ ഒരു യൂട്യൂബ് റിയാക്ഷൻ എന്നുള്ളൊരു പരിപാടിയിലേക്ക് വരുന്നത് എന്നുള്ളൊരു ഒരു പ്രസ്താവന ഒരു ചേച്ചി ഇന്ന് പറയുന്നത് ഞാൻ കേട്ടു. ചേച്ചിയുടെ യൂട്യൂബ് ചാനൽ വഴിയാണ് ചേച്ചി ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. ആ ഒരു ക്ലിപ്പ് കാണിച്ചു തരാം. ഇത് പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല, കേരളത്തിന്റെ മുത്തുമണിയായിട്ടുള്ള കാസർഗോഡുകാരുടെ സ്വന്തം ഇൻഫ്ലുവൻസർ ഹെലനോ സ്പാർട്ട കൊച്ചാണ് ഈ ഒരു സാധനം. സ്പാർത്ത എന്ത് തേങ്ങെങ്കിലും ആവട്ടെ, ആ ഒരു കൊച്ചാണ് ഈ ഒരു സാധനം പറഞ്ഞിരിക്കുന്നത്. ചേച്ചിയെ കുറെ കാലമായിട്ട് ആളുകൾക്കൊക്കെ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. കാരണം നമ്മളൊക്കെ ഇപ്പോൾ വന്നതാണ്. ചേച്ചിയൊക്കെ കുറെ കൊല്ലങ്ങളായിട്ട് ഇൻഫ്ലുവൻസിങ് പരിപാടി, ഇൻഫ്ലുവൻസർ എന്നുള്ളൊരു ടാഗും വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ചേച്ചിയാണ് ഇന്ന് വന്നിട്ട് കുറച്ചു മുന്നേ ചേച്ചിയുടെ ഒരു വീഡിയോയിൽ ചേച്ചി ഈ ഒരു സാധനം പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്റെ മോള് പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പം ഈ ഒരു സാധനം ഞാൻ എടുക്കാനുള്ള ഒരു കാരണം, ചേച്ചി ഈ ഒരു കാര്യം പറഞ്ഞു. ഓക്കെ, നമ്മളൊന്നും എത്തിക്സ് ഇല്ലാത്ത ആളുകൾ, ഓക്കെ, ചേച്ചിക്ക് മാത്രമേ ഉള്ളൂ എത്തിക്സ്, ചേച്ചിക്ക് മാത്രമേ ഉള്ളൂ ആളുകളോട് കമ്മിറ്റ്മെന്റ്സ്, ഓക്കെ. അപ്പൊ ഈ പറയുന്ന ചേച്ചി ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ പറയുന്നതിനകത്ത് കുറച്ച് അബദ്ധങ്ങൾ പറ്റി. ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് ചേച്ചി കുറച്ച് വീഡിയോകൾ, എനിക്കൊന്ന് ഇന്നലെയാന്ന് തോന്നുന്നു, ഇന്നലെ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ബിഗ് ബോസിൽ നിന്ന് പുറത്തായ കണ്ടസ്റ്റന്റ് സായിക്കുട്ടനെ മാത്രമല്ല, സായിക്കുട്ടന്റെ വൈഫിനെയൊക്കെ വെച്ചിട്ട് ചേച്ചി ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തു ഇന്നലെ. അപ്പൊ അതിനകത്ത് ചേച്ചി, നിങ്ങൾ ആദ്യം ഇത് കാണും, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. കുറച്ചുണ്ട് ചേച്ചിക്ക് കൊടുക്കാം, നമുക്ക് കാണും. ഈ യൂട്യൂബ് എന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താ അറിയാം, യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞില്ല, എനിക്കൊന്നും പറഞ്ഞിട്ടുള്ള പരിപാടിയല്ല കേട്ടോ. ഒരു എത്തിക്സ് ഇല്ലാണ്ടൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടിയാണ് ഈ യൂട്യൂബ്. എന്നെ കൊണ്ടൊന്നും നടപടിയാവില്ല. കമ്മിറ്റ്മെന്റ്സ് കീപ്പ് ചെയ്യുന്നവർക്കൊന്നും ഈ പറയുന്ന പോലെ യൂട്യൂബ് നടക്കില്ല എന്ന് ഞാൻ പല പ്രാവശ്യം മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ഇതിപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ യൂട്യൂബേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കണക്ഷനൊക്കെ ആയിരിക്കും. പക്ഷേ ഒരു കണ്ടന്റോ കാര്യങ്ങളോ ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഒന്നിച്ച് നിൽക്കുമോ എന്ന് ചോദിച്ചാൽ നിൽക്കുമായിരിക്കും. ബട്ട് സ്റ്റിൽ കണ്ടന്റിന് വേണ്ടി അല്ലെങ്കിൽ നിലനിൽപ്പിന് വേണ്ടി റവന്യൂവിന് വേണ്ടിയിട്ടൊക്കെ ഉണ്ടല്ലോ, ഏത് നിമിഷം ആരും വേണമെങ്കിലും ഊക്കി അങ്ങ് വിടും. സീരിയസ്ലി ഞാൻ മനസ്സിലായി. ഇപ്പം ഞാൻ പറയട്ടെ, നാളെയൊക്കെ എൻ്റെയൊക്കെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് ചിന്തിക്കാൻ എനിക്ക് പറ്റില്ല. ലൈക്ക് ഇപ്പൊ ചിലപ്പോൾ നമ്മുടെ കൂടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് നിൽക്കുന്ന സോഷ്യൽ മീഡിയ ബന്ധങ്ങൾ ഞാൻ അങ്ങനെ കീപ്പ് ചെയ്യാറില്ല, റെയറാണ്. ബട്ട് സ്റ്റിൽ കീപ്പ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്, വിരലെണ്ണാവുന്ന ആൾക്കാരുണ്ട്. അവര് പോലും എന്റെ അഗെയിൻസ്റ്റ് വരും. അപ്പോ ഈ കുഞ്ഞ് എന്തിനാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കുറെ പേർക്കെങ്കിലും ഒക്കെ അറിയായിരിക്കും. കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്നിപ്പോ സോഷ്യൽ മീഡിയയിൽ ബിഗ് ബോസ് കത്തി നിൽക്കുന്ന പോലെ തന്നെ കത്തി ഒരു സൈഡിൽ കൂടി ഇങ്ങനെ കുഞ്ഞതായിട്ട് കത്തി നിന്ന ഒരു വിഷയമാണ് നമ്മുടെ സഞ്ജു ടെക്കി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ. ആ കുട്ടന്റെ കാറിനകത്ത് ഒരു ടർപ്പോളിനൊക്കെ വിരിച്ച് അതിനകത്ത് മറ്റേ വെള്ളമൊക്കെ അടിച്ച് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് അറിയായിരിക്കും, കുറെ പേർക്ക് അറിയായിരിക്കും. അപ്പൊ അറിയത്തില്ലെങ്കിൽ അറിയാത്തവര് ഒന്നറിഞ്ഞു. ഒരു യൂട്യൂബർ കുട്ടൻ ഇങ്ങനെ ഒരു പരിപാടി കാണിച്ചു. സ്വന്തം കാറിൽ ടർപ്പോളിനൊക്കെ വിളിച്ച് വെള്ളമൊക്കെ അടിച്ച് അതിനകത്ത് കിടന്ന് നടുറോട്ടിലോട്ട് ഇറങ്ങി അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ അവൻ ഉണ്ടാക്കി. ഇപ്പൊ പോലീസുകാർ അവന്റെ ഒരു കേസൊക്കെ എടുത്ത് ഇങ്ങനെ അണ്ണൻ അതിന്റെ പുറകെ നടക്കുക. അപ്പൊ ഈ നമ്മുടെ സ്പാർത്ത കുഞ്ഞ് ഈ ഒരു ചേട്ടനെതിരെയായിട്ടാണ് ഒരു വീഡിയോ കൊണ്ട് ഇപ്പൊ വന്നിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് കുഞ്ഞ് പറയുന്നതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. ആരും സഞ്ജുവിന്റെ കൂടെ നിൽക്കുന്നില്ല, എല്ലാവരും അവനെ കുറ്റം പറയും, അവനെ തേച്ചൊട്ടിക്കും, അത് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു സാധനം കുഞ്ഞ് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് കുഞ്ഞ് പറയുന്നത് നമുക്ക് ആർക്കും സ്നേഹമില്ല, യൂട്യൂബേഴ്സിന് ആർക്കും സ്നേഹമില്ല, കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി എന്ത് വേണമെങ്കിലും പറയും എന്നൊക്കെ പറയുന്നത്. അപ്പൊ കുഞ്ഞിനോട് ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം, അവൻ ചെയ്തത് ശരിയാണെന്ന് ഇവിടെ എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി. ഒരു യൂട്യൂബറിന്റെ കാര്യം ഞാൻ പറയുന്നില്ല, എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ ആ ചെയ്തതിനെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് വീഡിയോ ഇടാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ കാണുന്ന ജനങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ എന്റെയൊക്കെ വളരെ കുറച്ച്, ഇന്ന് ഏതോ ഒരു ചേട്ടൻ വന്നിട്ട് ബിഗ് ബോസിന്റെ ഒരു വീഡിയോ അടി ഇട്ടേക്കുന്ന കണ്ടു. നിനക്കൊക്കെ മില്യൺസ് ഒന്നും ഇല്ലല്ലോ, ഇത്രേ ഉള്ളൂ കൂട്ടുകാരാ. ഇത്ര ഉള്ളെങ്കിൽ ആകെ 14,000 13,000 ഉള്ളൂ. ഇത്ര ഉള്ളെങ്കിൽ പോലും ഇതിനകത്തുനിന്ന് ഏതാണ്ട് ഒരു 40,000 അല്ലെങ്കിൽ 20,000 പേര് കാണുന്ന എന്തുകൊണ്ടാണെന്നറിയോ? നമ്മളോടുള്ള ഒരു ട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ്, നമ്മളുള്ള കാര്യം പറയുന്നെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ആ ഒരു സാധനം നമുക്ക് കീപ്പ് ചെയ്യണം. ഈ നമുക്കുള്ള ഇതുവഴി ബന്ധപ്പെട്ട കൂട്ടുകാരെക്കാട്ടിലും ഇപ്പം സ്പാർത്ത കുഞ്ഞ് പറയുന്നതാണെങ്കിൽ, സ്പാർത്ത കുഞ്ഞ് കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു ചേച്ചിയുടെ ഭയങ്കര ഫ്രണ്ടാണ് നമ്മുടെ ഡൂഡെന്നാണ് വിളിക്കുന്നത് നമ്മുടെ സായിക്കുട്ടനൊക്കെ. അപ്പം അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ് ഒക്കെ കിട്ടും. പക്ഷെ ആ ഫ്രണ്ട്സിനെ കൊണ്ട് നടക്കുന്ന പോലെ തന്നെ നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ട് നടക്കണം. കാരണം അവര് കാരണമാണ് നമുക്ക് വല്ലതൊക്കെ കിട്ടുന്നത്, മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മളൊരു വില കൊടുക്കണം. അപ്പൊ അവരുടെ കണ്ണിൽ പൊടിയിട്ട് കൂടെ നടക്കുന്ന കൂട്ടുകാരൻ ചെയ്ത തെറ്റിനെ ഇവിടെ മറ്റേ പൊക്കിയെടുത്തോണ്ട് അവൻ ചെയ്തത് ശരിയാണ് എന്ന് പറഞ്ഞ് നടക്കാൻ പറ്റത്തില്ല. അത് ഇച്ചിരി ക്വാളിറ്റി ഉള്ള ഒരു യൂട്യൂബേഴ്സും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. കുഞ്ഞപ്പോൾ ആദ്യമേ മനസ്സിലാക്കണം, തെറ്റ് ചെയ്യുന്ന ഒരു കൂട്ടുകാരനാണെങ്കിൽ അവൻ തെറ്റ് ചെയ്തു എന്ന് തന്നെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മുടെ നാട്ടുകാരെ അറിയിക്കണം. അല്ലാതെ അവൻ ചെയ്തത് ശരിയാണെന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല മോളെ.
അതുകൊണ്ടാണ് നീ ഇപ്പൊ ഈ പറയുന്നത് യൂട്യൂബേഴ്സിന് എത്തിക്സ് ഇല്ല, അല്ലെങ്കിൽ ഒരു മറ്റേ കണക്ഷൻ ഇല്ല പറയുന്നെങ്കിലും ഓക്കെ, ഞാൻ സമ്മതിച്ചു പോളെ, നമുക്കൊന്നും കണക്ഷൻ ഇല്ല, എത്തിക്സ് ഇല്ല, നിനക്ക് മാത്രമേ ഉള്ളൂ കണക്ഷനും എത്തിക്സും ഒക്കെ കേട്ടെ. അതുകൊണ്ടായിരിക്കും, ബാക്കി കൂടെ കാണിച്ചിട്ട് പറയണോ അതിന് മുന്നേ പറയണോ? വേണ്ട, അതിന് മുന്നേ പറയാം. അതുകൊണ്ടായിരിക്കും മോൾ ഇന്നലെയൊക്കെ മോളുടെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടത്. മോള് മറ്റേ ഡൂഡിന്റെ വൈഫിനും എതിരെയൊക്കെ ആയിട്ട് മോള് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നല്ലോ ഇന്നലെ. അപ്പൊ മോക്ക് അത്രയും കണക്ഷനും അത്രയും എത്തിക്സും മറ്റേ ഭയങ്കര വില സ്വന്തമായിട്ട് ക്വാളിറ്റി ഉള്ളതുകൊണ്ടായിരിക്കും മോൾ ആ പരിപാടി ചെയ്തത് അല്ലേ? പറയുമ്പോൾ ഒരു പ്രസ്താവനയൊക്കെ ഇറക്കുമ്പോഴത്തേക്ക് നോക്കിയും കണ്ടുമൊക്കെ പറയണം മോളെ. അറ്റ്ലീസ്റ്റ് എഡിറ്റ് ചെയ്യുമ്പോൾ ഒന്ന് നോക്കുക, ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ എന്താണ് പറഞ്ഞത് എന്നുള്ളൊരു സാധനം കൂടി ഒന്ന് നോക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ പണി കിട്ടും. ഓക്കെ, ബാക്കി എനിക്ക് പേഴ്സണലി സഞ്ജു ബ്രോനെ എനിക്ക് പേഴ്സണലി അറിയാം. ബട്ട് എന്താ പറയുക, ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട്, ആ ഒരു സംഭവം വന്ന സമയത്ത്, ആ ഇഷ്യൂസ് വന്ന സമയത്ത് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നു ആളിനോട് പറയണം, അല്ലെങ്കിൽ നന്വേച്ചിൻ്റെ അടുത്ത് പറയണം ഇങ്ങനെയാണ്. അപ്പം പറയാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നത്, ലൈക്ക് വീട്ടുകാരുടെ റിയാക്ഷൻസും കാര്യങ്ങളും. അപ്പം എനിക്ക് തോന്നി കാര്യമില്ല നമ്മൾ ഈ പറഞ്ഞു കൊടുക്കുന്നത്. കാരണം ചുറ്റും നമ്മൾ എപ്പോഴെങ്കിലും മീറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്, എപ്പോഴെങ്കിലും സംസാരിക്കുന്ന ആൾക്കാരാണ്, എപ്പോഴും കാണുന്ന ലൈഫിലുള്ള ആൾക്കാർക്ക് പോലും ചിലപ്പം പറഞ്ഞു കൊടുക്കാനുള്ള സാഹചര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടില്ല. പിന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വിചാരിക്കും ഏതാ ഇവളല്ലോ തള്ള വൈബ്, അങ്ങനെ വിചാരിക്കുള്ളൂ എന്ന്. അങ്ങനെയാണ് ഞാൻ ആ സാധനം ഡ്രോപ്പ് ചെയ്തത്. മോളെ, നീ ഇപ്പൊ ഈ കാണിച്ചതാണ് തള്ള വൈബ്. ഇതിനാണ് തള്ള വൈബ് എന്ന് പറയുന്നത്, അല്ല ഉപദേശിക്കുന്നതിനല്ല തള്ള വൈബ്. നിന്റെ കയ്യിൽ നിന്ന് നീ പറയുന്നത് എന്താണ്, നീ കാണിച്ചത് എന്താണ്, നീ അത് ആദ്യമേ ആലോചിക്കുക, എന്നിട്ട് വന്നിട്ട് ഉപദേശിക്കാൻ നോക്കുക. അല്ലാതെ ഈ വന്നിരുന്നുള്ള ഉപദേശം ഉണ്ടല്ലോ, മറ്റേ ഉപദേശവും പിന്നെ മറ്റേ ആ ഒരു പരിപാടി, ഇത് രണ്ടും കൂടെ ചെയ്യാൻ നിൽക്കരുത്. മോക്കിപ്പോ അതാണ് പറ്റിയത്. കാരണം മോള് സഞ്ജുവിന്റെ കേസിൽ പറയുമ്പോഴത്തേക്ക് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമുക്ക് ആർക്കും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം കാണിച്ചത് എന്താണെന്ന് ഇവിടെ എല്ലാവരും കണ്ടതാ. അവൻ കോണ്ടന്റ്, അതുപോലെ തന്നെ കുഞ്ഞു പറയുന്നതിനകത്ത് കാര്യമുണ്ടില്ല എന്നല്ല, അവൻ ചെയ്ത തെറ്റവും വന്ന് ഓപ്പൺ ആയിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു. നേരെ മറിച്ച് അതിനെ വന്ന് മറ്റേ എനിക്ക് ഇത്ര വ്യൂസ് ആയി, എല്ലാ മീഡിയാസിനും നന്ദി, വളരെ നന്ദി, നിങ്ങൾ കാരണമാണ് എനിക്ക് ഇത്രയും കിട്ടിയത്. ഇതൊന്നും നാട്ടുകാരോട് പറയേണ്ട കാര്യമില്ല, ഇതൊക്കെ നമുക്ക് അറിയാം. കാണിച്ചു, അവനെ റീച്ച് ഉണ്ടാക്കാൻ ചെയ്തു, ഇത് അറിയാം. പിന്നെ അത് വന്നിരുന്നു പറഞ്ഞു പറ്റിയ അടുത്ത വീഡിയോക്കകത്തോടെ വീണ്ടും റീച്ച് ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ പണി കിട്ടി, അത്രേ ഉള്ളൂ. അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ആരും വരത്തില്ല. പിന്നെ കുഞ്ഞിനോട് ഞാൻ വീണ്ടും ഒരു കാര്യം പറയാണ്, കുഞ്ഞ് ഇന്നലെ കാണിച്ച പരിപാടി, കുഞ്ഞ് പറഞ്ഞത് തെറ്റാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, കുഞ്ഞ് കാണിച്ചത് ശരിയാ. കുഞ്ഞ് ചോദിച്ചപ്പോഴത്തേക്ക് മറ്റേ സീക്രട്ട് ഏജന്റിന്റെ വൈഫ് പറഞ്ഞില്ല, കുഞ്ഞിന് പൊട്ടി, കുഞ്ഞുള്ള കാര്യം വന്ന് യൂട്യൂബിലൂടെ പറഞ്ഞു. അപ്പം കുഞ്ഞിന് എത്തിക്സ് ഉണ്ടോ? കുഞ്ഞിനെ അറിയാവുന്ന ആൾക്കാരെ പറ്റിയാണല്ലോ കുഞ്ഞി പരിപാടി ഞാൻ അടിച്ചു വിട്ടത്, തെറ്റ് കണ്ടപ്പോഴത്തേക്ക് കുഞ്ഞു പറഞ്ഞു. അപ്പൊ എന്ത് എത്തിക്സാ മോൾ, എന്ത് എത്തിക്സാ നോക്കുന്നത്? നീ മറ്റേ ഈ കണക്ഷൻ ബന്ധങ്ങൾക്ക് വില കൊടുക്കുന്ന ഒരാളാണെങ്കിൽ അങ്ങനെ ഒരാളുടെ അവരുടെ ഭാഗത്തുനിന്ന് നിന്റെ അടുക്കലോട്ടൊരു തെറ്റ് സംഭവിച്ചു, മിണ്ടാതെ അങ്ങ് പോകണം. എന്തുകൊണ്ട് കുഞ്ഞത് കണ്ടന്റ് ആക്കി പറഞ്ഞു? ആ പറഞ്ഞ കുഞ്ഞ് വന്നിരുന്ന് ഇന്ന് വേറെ ഡയലോഗ് അടിക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്താ പറയണ്ടേ? അല്ല, കാണുന്ന കുറച്ച് പേർക്ക് കാര്യം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, ഞാൻ ഉദ്ദേശിച്ച മനസ്സിലായി കാണുമായിരിക്കും. അപ്പൊ കുഞ്ഞിന് എന്തായാലും മനസ്സിലാകും. അപ്പൊ ബാക്കി ഇന്നിപ്പം എനിക്കൊന്നു ഈ റീസെന്റ് ആ ഒരു ഇഷ്യൂനെ കുറിച്ച് സഞ്ജു ബ്രോ ഇട്ട വീഡിയോന്റെ അകത്ത് ഉണ്ടായിരുന്ന ആ ഒരു വേ ഓഫ് ടോക്കിങ്, അതുണ്ടല്ലോ, അതായിരുന്നു നിങ്ങൾ ആദ്യം ചെയ്യേണ്ടിയിരുന്നത്. മനസ്സിലായില്ലേ? ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് തെറ്റ് നമ്മളെ ഭാഗത്താണ് എന്നുണ്ടെങ്കിൽ, അഗെയിൻ ഐ റിപ്പീറ്റ്, തെറ്റ് നമ്മളെ ഭാഗത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ കടന്നിരുന്ന് പ്രസംഗിച്ചിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങനെ പറഞ്ഞാൽ അർത്ഥമില്ല. നമ്മൾ വന്നിരുന്നിട്ട് എൻ്റെ ഭാഗത്തായിരുന്നു തെറ്റ്, ഇനി ഇതാരും ആവർത്തിക്കാനോ അനുകരിക്കാനോ നിൽക്കരുത്. അനുകരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അവസ്ഥയും ഇതുപോലെയാവും. അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുക, മണിക്കൂറുകളോളം അവിടെ ഇരിക്കുക, ഈ പറയുന്ന പോലെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക, ഹോസ്പിറ്റൽ ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ രോഗികളെ പരിചരിക്കുക, അതൊക്കെ നിൽക്കട്ടെ. നിയമം ലംഘിക്കുക എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ടുള്ള ഒരു സാധനമാണ് എന്നൊക്കെ വന്നിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ആക്സെപ്റ്റൻസ് കിട്ടിയേനെ, ആൾക്കാർ നല്ല രീതിയിൽ നിങ്ങൾ അംഗീകരിച്ചേനെ. ചിലപ്പോൾ നിങ്ങൾ ആ ചെയ്ത സാധനങ്ങൾ വരെ ചിലപ്പോൾ അത് അറിയാണ്ട് പറ്റും, അങ്ങനെ വിചാരിച്ചേ. കുഞ്ഞിന് ബുദ്ധിയുണ്ട്, കുഞ്ഞിന് ബുദ്ധി ഇല്ലെന്നൊന്നും അല്ല കേട്ടോ, കുഞ്ഞിന് ബുദ്ധിയൊക്കെ ഉണ്ട്. പിന്നെ ഇടയ്ക്ക് കുറച്ച് പാഴ്ചകൾ പറ്റുമല്ലോ, അതാണൊക്കെയാണ് കുറച്ച് പിന്നെ ആ പാഴ്ച പറ്റിയത്, കയ്യിൽ നിന്ന് പോയത്. പിന്നെ നേരത്തെ ആ ക്ലിപ്പിൽ ഞാനൊരു കാര്യം പറഞ്ഞു പോയി, വിട്ടുപോയി പറയാനായിട്ട്. അതായത് സഞ്ജുവിന്റെ ഫാമിലി വന്നിട്ട് അവൻ അടുത്ത വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് നിങ്ങൾ കണ്ടു കാണുമായിരിക്കും കുറച്ച് പേരെങ്കിലും, അവൻ 2-3 വീഡിയോ ഇപ്പോൾ ചെയ്തു. അതിനകത്ത് ഒരു വീഡിയോയ്ക്കകത്ത് അവന്റെ അപ്പനും അമ്മയും വന്നിട്ട് അവനെ ചെറിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. അപ്പം അതുകൊണ്ടാണ് കുഞ്ഞു പറയുന്നത്, അത് കണ്ടപ്പോഴത്തേക്ക് പിന്നെ അവനോട് പോയി പറയാൻ തോന്നില്ല, കാരണം വീട്ടുകാർ തന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്, അത്രേ ഉള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ല, വിട്ട് കളയുക, മനസ്സിലായില്ലേ? പിന്നെ മോള് പറയുന്ന കണക്ക് എന്താണ്, ഈ അവൻ വന്ന് നേരത്തെ അവൻ വന്ന് തെറ്റ് പറഞ്ഞായിരുന്നെങ്കിൽ, അത് സംഭവിച്ചത് തെറ്റായിരുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നെങ്കിൽ മോളെ നീ പറഞ്ഞ ശരിയാ, അവനത് ചെയ്താൽ മതിയായിരുന്നു. അങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ ഇവിടെ എല്ലാവരും പുറത്ത് വിട്ടേനെ. അയ്യേ എന്തിനാണ്, പോട്ടെ, അവന്റെ അതിന് അബദ്ധം പറ്റി, നീ പറഞ്ഞ കറക്റ്റാ, ഇങ്ങനെ തന്നെ എടുക്കത്തുള്ളായിരുന്നു. പക്ഷെ അങ്ങനെ അല്ല കുഞ്ഞ് ചെയ്തത്. ആ മോൻ ചെയ്തത് കുറച്ചും കൂടെ അങ്ങ് കയറി, അവനങ്ങ്
ഓ എനിക്ക് കിട്ടി, എനിക്ക് പൊളിയായി, എനിക്ക് ഇത്രയും കാശ് കിട്ടും ഈ മാസം, ഈ സാധനം പറഞ്ഞ് വീണ്ടും ഇറക്കി. എന്നിട്ട് ഇപ്പൊ മറ്റേ ലാസ്റ്റ് കഴിഞ്ഞ ദിവസം ഇന്നലത്തെ ഞാൻ തോന്നുന്നു, ഞാൻ ഇന്നത്തെ വീഡിയോ എല്ലാം വന്നിട്ടുണ്ടോ ഞാൻ നോക്കിയില്ല, കഴിഞ്ഞ ലാസ്റ്റ് ഞാൻ കണ്ട വീഡിയോയിൽ മറ്റേ ഇതായിരുന്നു, എന്താ അവനവിടെ മറ്റേ ട്രെയിനിങ്ങിനെങ്ങാണ്ട് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളും ഒക്കെ എടുത്ത് അതിനെ സംബന്ധിച്ച് ഞാൻ വേറെ 2-3 വീഡിയോ ഉണ്ട്. അതായത് MBDക്ക് അവൻ പ്രൊമോഷൻ കൊടുത്തു, MBD സഞ്ജു കാരണം പ്രൊമോട്ടഡ് ആയി എന്നൊക്കെ പറയുന്ന മറ്റേ വലിയ കാര്യങ്ങളൊക്കെ കണ്ടു. പോട്ടെ, മോൻ അത്രയും ചെയ്താൽ മതിയായിരുന്നു, തെറ്റ് പറ്റിയെന്നൊക്കെ പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ അവനത് ചെയ്തില്ല. അത് അവന്റെ ഒരു ബുദ്ധി മോശം. അതിനകത്ത് ഇപ്പൊ കൂടുതലൊന്നും പറയാനില്ല. പിന്നെ ബാക്കി ഇതെന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആ ഒരു സാധനം അപ്ലോഡ് ചെയ്യുന്നു, ഇഷ്യൂസ് വരുന്നു. അത് ചിലപ്പം ചില ആൾക്കാർ പർപ്പസ്ഫുള്ളി നിങ്ങളെ മെൻഷൻ ചെയ്ത് MBDനെയൊക്കെ മെൻഷൻ ചെയ്തതായിരിക്കാം. അതിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് മെൻഷൻ വരുന്ന സമയത്ത് ഇവർക്കും വേറെ ഓപ്ഷൻ ഇല്ല. പിന്നെ ഈ പോലീസുകാരായാലും മീഡിയാസ് ആയാലും യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ വ്ളോഗേഴ്സ് ഇൻഫ്ലുവൻസേഴ്സ് എന്ത് ചെയ്യുന്നു, എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് പൊലിപ്പിച്ചു വിടാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അതല്ലാന്നൊന്നും ഇവിടെ ആരും വാദിക്കണ്ട. ആണ് ഞാനൊക്കെ നിങ്ങളോട് മുൻകൂട്ടി ഉറപ്പ് തരുന്ന ഒരു കാര്യമുണ്ട്. നാളെ എനിക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുന്ന സമയത്ത്, എവിടെയെങ്കിലും വണ്ടി തട്ടുകയോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് വരാണ്ടിരിക്കട്ടെ, ഞാൻ മാക്സിമം കെയർ ചെയ്തിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. ബട്ട് സ്റ്റിൽ മനുഷ്യന്മാരാണ്. മറ്റേ പൂരമായിരിക്കും, പൊങ്കാലയായിരിക്കും, എനിക്ക് ഇവർക്കതൊരു ആഘോഷമായിരിക്കും. ഐ നോ ദാറ്റ് വെരി വെൽ. മോളെ നീ എന്നല്ല, ഇപ്പൊ ഞാനാണെങ്കിലും ശരി, വേറെ ആരാണെങ്കിലും ശരി, നമ്മുടെ കൈ കൊണ്ട് നമ്മളൊരു തെറ്റ് ചെയ്തു, നമ്മള് ഒരു വണ്ടി കൊണ്ട്, ഇപ്പൊ നിനക്ക് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, എനിക്ക് സംഭവിക്കാതിരിക്കട്ടെ, ഞാൻ ഓടിച്ചൊരു വണ്ടി കൊണ്ട് തട്ടി, എന്റെ സൈഡിലാ മിസ്റ്റേക്ക്. അവിടെ കിടന്നിട്ട് ഞാൻ മറ്റേ വീരവാദം മുടക്കാൻ പോയാലൊക്കെ കഴിഞ്ഞാൽ അത് നടക്കുന്ന കേസല്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പൊങ്കാല കിട്ടും, മനസ്സിലായില്ലേ? നേരെ മറിച്ച് അവിടെ ക്ഷമ ചോദിക്കുക, അബദ്ധം പറ്റി ക്ഷമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ തീർന്നു. അത് നീ എന്നല്ല, അത് ആരാണെങ്കിലും ശരി. നേരെ മറിച്ച് ഞാൻ മറ്റേ സെറ്റപ്പാണ്, ഞാൻ അത് 2 വീഡിയോ ആക്കിയിട്ട് ഞാൻ മറ്റേ പൊളിക്കും, കാശ് കുറെ കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ണാക്കി കിട്ടും, എല്ലാരും എടുത്ത് ഉടുക്കും, വ്യൂസ് കിട്ടും, കാശ് കിട്ടും. പക്ഷെ ഒരു വിലയുണ്ട് നാട്ടുകാരുടെ ഫ്രണ്ടില്. നാട്ടുകാരെ ഇപ്പം നീ അത് പറയുമായിരിക്കും, വേണ്ട നാട്ടുകാരെ നോക്കണ്ട, പക്ഷെ നമ്മളൊരു വില കൊടുത്തിട്ടില്ലേ, അതില്ലാതെ പോവല്ലേ കുഞ്ഞെ? ആൾക്കാരോട് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുക, ആ ഒരു സാധനം ഇല്ലേ, അതില്ലാതായി കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സഞ്ജുവിന്റെ കേസിൽ അത്രേ പറ്റിയിട്ടുള്ളൂ, വേറൊന്നുമല്ല. അതിപ്പം അവൻ വേറെ പല രീതിയിൽ ചിന്തിച്ചാണ്. നമുക്ക് അവന്റെ തലയ്ക്കകത്ത് പോയിരുന്നിട്ട് അവൻ എന്താ ചിന്തിച്ചതൊന്നും പറയാൻ പറ്റത്തില്ല. അവന് കുറച്ചായിട്ട് വരുന്ന വീഡിയോസ് ഇത്രയും ലക്ഷക്കണക്കിന് 15-16 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. എന്നിട്ട് അവനൊരു 40,000-50,000 ഒക്കെ അവന്റെ വ്യൂസ് കിട്ടുന്നുണ്ടെങ്കിൽ അവൻ ചിന്തിച്ചു കാണും എന്തെങ്കിലും ബെറ്റർ ആയിട്ട് ചെയ്താലേ പണി നടക്കത്തുള്ളൂ. അവൻ ചെയ്തു, ന്യായീകരിക്കുമല്ല, പക്ഷെ ആ ചെയ്ത രീതി ഒരെണ്ണം ചെയ്തു, അബദ്ധം പറ്റി, കയറി കുറച്ച് റീച്ച് അങ്ങോട്ട് കിട്ടി. എന്നാൽ അടുത്തതിനകത്തെങ്കിലും ക്ഷമ പറയുമ്പോൾ ചിലപ്പോൾ ഇതിന്റെ ഡബിൾ ഇരട്ടി കിട്ടിയാനെ. അപ്പൊ ആ കാശും കിട്ടിയാനെ ആൾക്കാർ മനസ്സിലാക്കുകയും ചെയ്ത പോലെ ഇവന് അബദ്ധം പറ്റി വിട്ട് കളയുക, ഈ ഒരു സാധനം എടുത്താനെ. ഇത് കാശേ കിട്ടിയുള്ളൂ, നാട്ടുകാരുടെ ഫ്രണ്ടിൽ മറ്റേ വേറെ പരിപാടിയായി പോയി. പിന്നെ MBDയെ ടാഗ് ചെയ്തുകൊണ്ട് മാത്രമല്ല, MBDയെ ടാഗ് ചെയ്തെങ്കിൽ അവർ കാണും. പക്ഷെ MBD ടാഗ് ചെയ്യാതെ തന്നെ അവർ ഈ ഒരു കാര്യം കണ്ട് നിയമ നടപടികൾ എടുക്കേണ്ടതാണ്. കാരണം ചെയ്തത് തെറ്റാണ്. ഞാൻ പറഞ്ഞല്ലോ, അവനിപ്പോ ഞാൻ ഇതിന്റെ മുന്നേ ഒരു വീഡിയോ ഇട്ടില്ല, അദ്ദേഹം ആൾക്കാർ കണ്ടിട്ടില്ല. അവന്റെ ഒരു വീട്ടിനകത്തോ അവന്റെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ അവനിട്ട് ചെയ്തായിരുന്നെങ്കിൽ ആർക്കൊരു പ്രശ്നമില്ല, അവന്റെ ഇഷ്ടം, മനസ്സിലായില്ലേ? ഇത് പക്ഷെ നാട്ടുകാരെ ബുദ്ധിമുട്ടിച്ചു. ആ ഒരു സാധനം കൊണ്ട് കിട്ടും പണി. പിന്നെ ഈ കുഞ്ഞിന്റെ വീഡിയോസ് എല്ലാവരും ഒന്ന് പോയി കാണുക, കുറെ കഥകൾ കുഞ്ഞ് പറയുന്നുണ്ട്. പിന്നെ എനിക്ക് എല്ലാം ഒന്നും ഇവിടെ കാണിക്കാൻ വയ്യ, ഞാൻ അതുകൊണ്ട് കാണിക്കാൻ. എനിക്ക് മെയിനായിട്ട് അവൾ ആദ്യമേ പറഞ്ഞ ആ ഒരു സാധനം, എത്തിക്സ് ഇല്ലായ്മ എന്നൊരു സാധനം പറഞ്ഞല്ലോ. അപ്പൊ എനിക്ക് ആ ഒരു സാധനം എനിക്ക് അങ്ങ് പൊളിഞ്ഞു പോയി. കാരണം ഇത്രയും എത്തിക്സ് ഉള്ള കുഞ്ഞ് എന്തിന് സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന സായി, പുള്ളിയുടെ വൈഫ്, മെയിനായിട്ട് സായി ഒന്നും പറഞ്ഞിട്ടില്ല, സായിയുടെ വൈഫിനെയൊക്കെ വെച്ച് ഇന്നലെ ആ ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ ആയിരിക്കും, എന്താണ് ജാസ്മിൻ ചിലപ്പം അവരുടെ മാമന്റെ മോളായിരിക്കും, പെങ്ങളായിരിക്കും, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല, അങ്ങനെ തെളിയിച്ചല്ലോ എന്നൊക്കെ വലിയ കഥകൾ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അത്ര അറിയാവുന്ന ഒരാളെ വെച്ചിട്ട് നിനക്ക് ഇങ്ങനെ പറയാൻ പറ്റുമെങ്കിൽ നീ ഒരിക്കലും എത്തിക്സിനെ പറ്റി ഇവിടെ സംസാരിക്കാൻ വരരുത്. പിന്നെ ഇവനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞൊക്കെ വരികയാണ്. ഇപ്പം ഫ്രണ്ട്ഷിപ്പാണ്, ഫ്രണ്ട്സ് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നടക്കത്തില്ല മോളെ. ഫ്രണ്ട്സ് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റാണെന്ന് പറയണം. ഈ ഒരു ചാനൽ വഴി ഞാനൊക്കെ അത് ചെയ്യത്തുള്ളൂ. കാരണം അത് ഫ്രണ്ട്സ് അല്ല നമുക്ക് അരിമേടിക്കാൻ കാശ് തരുന്നത്. ഈ വീഡിയോ ഒരു 10 പേര് കാണുന്നെങ്കിൽ അവർ കാരണമാണ്. സോ അവരോട് വേണം ഒരു ട്രസ്റ്റ്, അവർക്കൊരു ട്രസ്റ്റ് കൊടുക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മനസ്സിലായില്ലേ? ഞാൻ ഈ പറയുന്നത് തെറ്റ് വന്നാലും തെറ്റ് പറ്റി എന്ന് അവരോട് പറയാൻ പറ്റണം. ഇല്ലെങ്കിൽ എന്ത് കഥ? ഞാൻ പറഞ്ഞത് കണ്ട എല്ലാവർക്കും, ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ട എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും കാര്യം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്, വീഡിയോ കമന്റ് ഒക്കെ ഇടുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ഓക്കെ.